എന്നെ സ്വിച്ചുള്ള ഒരു സൂചി കുത്തായിടാൻ കിട്ടിയാൽ അവിടെ കിണർ കുഴിക്കേണ്ട വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ. സാർ ഒരു മിനിറ്റ്. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താനുള്ള എളുപ്പ പണി എന്തുവാ? ആ കളി വേണ്ട. അത്തരം ദാനങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയവനെ പോലുള്ള തെണ്ടികളോട് മതി. അല്ല, പണ്ഡിറ്റിന്റെ കണ്ണിന് പണ്ഡിറ്റ് മാത്രം ഇട്ട് പോവാണ്, വേറെ അത് റീപോസ്റ്റ് ചെയ്യണില്ല. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. അങ്കിൾ, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഞാൻ പറയട്ടെ, ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ലെ, അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സന്തോഷ് ജി ഇപ്പൊ എപ്പോ വന്നാലും പറയുന്നത് എന്താ? ഇത് ന്യൂസ് ഇടുന്ന എന്തിനാ? ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്ന എന്തിനാ? സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ ഒരു മിനിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. സോങ് ഉണ്ട് സാർ, ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാനൊരു ഹോട്ടൽ എടുത്ത് ഞാൻ പറഞ്ഞില്ല. ഞാൻ സോറി പറയാനല്ല, ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല സാർ, അയാൾ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം. അതെ, അത് കഴിഞ്ഞിട്ടാ എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട് ആള് സായിയോട്, സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ, സഹിച്ചോ? സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താനാ. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.